മോളെ നിനക്ക് ഉറക്കൊന്നില്ലേ? 10 മണിക്ക് ചോറിനല്ല നീ നിന്റെ കൂടെ കൂടി നാശാവുള്ള ഞങ്ങള്. നീ കഴിക്കോ? മോളെ എന്റെ പൊന്നു മോളെ നിനക്ക് ഉറക്കൊന്നില്ലേ? അറിയാണ്ട് ചോദിക്ക ഞാൻ. ഉറക്കില്ലേ? 12 മണിയായി. ഹലോ ഹലോ, എന്താണ് ഉദ്ദേശം? കൊണ്ടോണ്ട് കൊച്ചു ഞാൻ കൊണ്ടു ഉറങ്ങൂട്ടാ, മനസ്സിലായ? ഹലോ, വണ്ടി ഓടിക്കാം. മൂശാട്ടമൊക്കെ വെച്ച് എടുക്ക നോക്ക്. എന്തേ അല്ല നോക്കണ്ട. അച്ഛൻ കുറെ കുറ്റം പറഞ്ഞായിരുന്നല്ലേ, മനസ്സിലായി? കുറ്റാന്ന് മനസ്സിലായി ആൾക്ക്. ആള് ജാതി നോട്ടം. അതെ, എനിക്ക് ഇത്ര നേരം വരെ തല്ല കൊരങ്ങ് മാത്രമാണോ മാന്തണ്ടായിരുന്നേ? ചെറുതല്ലേ? മാന്തി പൊട്ടിച്ചു. അതെ എന്താ നീ മാത്രം ഇങ്ങനെയുള്ളോ? എന്റെ ക്രാവൊക്കെ അതവിടെ കിടന്ന് ഉറങ്ങിയിടിയേ. സമയം 12:15. മനസ്സിലായ? എനിക്ക് വിശക്കുണ്ട് 6 മണിയെ. സത്യം എനിക്ക് വിശക്കുണ്ട്. ഇത്ര നേരം ഇരുന്നിട്ടില്ലേ, എനിക്ക് വിശക്കുണ്ട്. ഞാൻ മുട്ട ആംപ്ലേറ്റ് കൂട്ടി ചോറുണ്ടായാലോ എന്നാലോചിക്ക്. എന്താ നിന്റെ അഭിപ്രായം? അപ്പൊ നീ ഒരു കാര്യം ചെയ്തോ, എന്തായാലും ഇത് കിടന്നുറങ്ങിയിട്ടില്ല കണ്ടില്ലേ? ഇതിനെടുത്തിട്ട് നീ അടുക്കളയിലേക്ക് വരാം. എന്നിട്ട് എനിക്ക് എന്തിട്ടൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു തരും. ഓക്കെ? ഞാൻ മാഗി ഉണ്ടാക്കാം. സെറ്റല്ലേ? നീ ഉണ്ടാക്കണ്ട. അപ്പൊ മാഗി ഉണ്ടാക്കാൻ പോലെ നീ കഴിക്കോ? നീ അല്ല എടുത്തിട്ട് പറഞ്ഞേ 10 മണിക്ക് ചോറിനല്ല നീ ഇരിക്കല്ല. നീ 10 മണിക്കല്ലേ നീ ചോറിന്? നാളെ മാഗിയല്ല അമ്മയുടെ വേത്ത് കയറിയിരുന്നോ? വാ നമുക്ക് അടുക്കളയിൽ പോവാ. വാ 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 അടുക്കളയിൽ പോവാ. വാ എടുത്തെടുത്തോ, അതിനെടുത്തോ. വാ പോവാ പോവാ. വെച്ചടോ പീക്കോട്ടെ കിടന്നോ ഇങ്ങിക്കോട്ടെ പാവം. അങ്ങനെ 2 മുട്ട എടുത്തോളൂ വേണമെങ്കിൽ. നിനക്ക് മുട്ട വേണോ? 3 എടുത്തു. എനിക്കതിൽ മുട്ടത്തിൽ കൂടുതൽ വേണം. എനിക്കപ്പോ നീ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. പേടിയാവുണ്ടല്ലേ മാഗി? ആ പാത്രത്തിൽ മുകളിൽ മാഗി കൊണ്ടുവന്നു അച്ഛൻ. ഞാൻ തോന്നിയ പിന്നെ എന്ത് ചെയ്യാ? എന്നാ ഉണ്ണീനെ പിടിച്ചിട്ട് ഉണ്ണീനെ പിടിക്കണേക്കാൾ സുഖം ഉണ്ടാക്കാന്നുള്ള സാധനല്ലേ അമ്മ പൊന്നി ചുറ്റി നോക്കണേ. വെള്ളം വേണം. എന്റെ പൊന്നിനെ എൻ്റെ അടുത്ത് തന്നിട്ട് ബാത്റൂമിൽ പോയില്ലേ? അതിന് പൊന്നിന് അമ്മ ബാത്റൂമിൽ നിന്ന് വന്ന സ്ഥിതിക്ക് അമ്മ തന്നെ മാഗി ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. എന്താ ഞാൻ ഉണ്ടാക്കി പഠിക്കണ്ടേ? അങ്ങനെ ചട്ടിന്ന് ചൂടാവാൻ തുടങ്ങിയിട്ട് നേരം കുറയും. ഇതിൻ്റെ വെളിച്ചൊന്നും വേണ്ട.
അച്ഛനിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മണ്ണിങ്ങനെ പൊട്ടി ഒഴിക്കാം. അങ്ങനെ മര്യാദയ്ക്ക് കിടന്നുറങ്ങുകയാണെങ്കിൽ അച്ഛനും കിടന്നുറങ്ങേണ്ട ആളാ. ഒന്നോട്ട് മുട്ടി എടുക്കുമോ? ഒന്നോട്ട് എടുത്തോ. എനിക്ക് നിൽക്കുമ്പോൾ മുട്ട വേണം. അതെ, അപ്പം നിനക്കൊരു മുട്ട മതിയില്ലേ? വേണ്ട, എടുത്തോ. നീ എന്താ ഇത് കേട്ടോ? എടുത്തോ. നിങ്ങളത് ഞാൻ ചോദിക്കും. എനിക്ക് വേണ്ടത് കാലത്ത് കഴിക്കണം. അതിൽ മുപ്പിട്ട ചേട്ടൻ ഞാൻ കാലത്ത് മുട്ട കഴിക്കണം പുണ്യത്. ഞാൻ കഴിക്കാം. ഇങ്ങനെ പറയോ വിശ്വസിക്കണോ? മതി മതി, ഉപ്പ് മതി കൂടിയിട്ടല്ല. ഉപ്പൊക്കെ ഉണ്ടാവും. ഇത് എടുക്കുമ്പോ വലിയാന്ന് തോന്നിട്ട് 6 മണി. മനസ്സിലായി മനസ്സിലായി. എന്നിട്ട് ഇങ്ങനെ സൈഡ് ചെരിച്ച് കൊണ്ടുപോവാ. അങ്ങനെയല്ല, നമ്മൾ പ്രൊഫഷണൽ. മനസ്സിലായ? ഞാനല്ല പറഞ്ഞത്. മനസ്സിലായി. ധൃതി കണ്ടിട്ട് ഞാൻ വെച്ചത് പൊട്ടുന്നു. മോളെ പ്രൊഫഷണലി അല്ല. എത്ര ഗ്ലാസ് വെള്ളം വേണം? 3. അതുപോലെ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൈ വഴക്കം കണ്ടിട്ട്. ഡിബേട്ടക്കടി പറഞ്ഞില്ലേ? ഞാൻ പോയിട്ട് എൻ്റെ ഇതെന്തായി നോട്ടെ. ഓ, തുടങ്ങി. ചൂടെന്ന് പറയും. കിടന്നുറങ്ങ് പോയിട്ട് കുഞ്ഞുമണിയെ. നീ ഇപ്പോഴും ഉറങ്ങാനുള്ള പരിപാടിയില്ലേ? ഞാൻ ഇത് കഴിക്കപ്പനെ കിടന്നുറങ്ങാട്ടാ. തമാശയില്ല. നിന്റെ കൂടെ കൂടി നാശമുള്ള ഞങ്ങള്. എന്നിട്ട് ചേച്ചി കിടന്നുറക്കം കഴിഞ്ഞു. അല്ല, മനസ്സിലായി ഞങ്ങൾക്ക്. പൊന്നിനത് കുഞ്ഞു വേടിയേ. അച്ഛൻ്റെ പൊന്നാരാ? അച്ഛൻ്റെ പൊന്നാരെന്ന്. അച്ഛൻ്റെ പൊന്നാരെന്ന്. അച്ഛൻ്റെ പൊന്നാരെന്ന്. ചെറു ചെറു. അത് ഇനി ടേസ്റ്റായി കഴിഞ്ഞാൽ നിൻ്റെ കൈ തൊട്ടിട്ടാന്ന് പറയാനല്ലേ? ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, ഇതിൽ വെള്ളം കൂടിയോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ കോഴിമുട്ട കാണുമ്പോൾ വിഷമാവുക. ഇത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവേണ്ടത് 1 2 3 4. ചൂട്ടോടുകൂടി തിന്നാം. അതിന് കുഴപ്പമില്ല. പറഞ്ഞില്ലേ അല്ലേ? നീ ഇങ്ങനെ നടന്നോ? അങ്ങോട്ട് തട്ടിയേ. പീക്കൂന് ഇങ്ങോട്ട് വീട് മാറിയപ്പോ പീക്കൂന് കളിക്കാൻ കൂട്ടില്ല എന്ന് പറഞ്ഞിട്ട് പട്ടിക്കുട്ടീനെ ഒരെണ്ണത്തിന് മേടിച്ചു. അതിന്റെ 3-ാം പൊക്കം വീട്ടിലുണ്ടായി. എല്ലാം ഷടപടേന്നായിരുന്നു. ഇത് മതിയാ? അതിന്റെ മുകളിലിട്ടാ മതിയാ? അല്ലടിയേ, ഞാൻ ഈ 4 മുട്ട എടുത്തപ്പോ 1 മുട്ട നിനക്ക് മതിയല്ലേ പറഞ്ഞിരുന്നേ? മാഗി കഴിക്കട്ടെ കേട്ടാ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ സമയം 1 മണി. ഞങ്ങളുടെ വെഡ്ഡിങ്ങിന് നമ്മളൊരു സുഹൃത്ത് ഗിഫ്റ്റ് തന്ന എൻ്റെ ചുള്ളലാൽ. അയ്യോ, അങ്ങനെ ഞാൻ പോയി കിടക്കട്ടെ. നോക്കട്ടെ, രക്ഷയില്ല.
എന്തിരിക്കണ് അതെ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങാൻ പോവാൻ തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എന്തിട്ട് ഇതിൻ്റെ കാല മരം വെട്ടിട്ട് പോരുണ്ടല്ലോ.